ഫാന്റാസ്റ്റിക് ഫോർ സിനിമ ഇറങ്ങാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ സിനിമകൾ കാണണം, ഏതൊക്കെ കോമിക്സ് കാണണം, അതുകൂടാതെ തന്നെ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിനെ ഡോക്ടർ ഡൂമിനെ നമുക്ക് ഈ ഒരു സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അല്ലെങ്കിൽ എൻഡിങ്ങിൽ കാണാൻ സാധിക്കുമോ? ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു വീഡിയോ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി പോയി നിങ്ങൾക്ക് സിനിമ കാണാവുന്ന തന്നെയാണ്. എനിക്ക് പനിയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഒന്ന് മാനേജ് ചെയ്യുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അടുത്ത വരുന്ന വീഡിയോസിനകത്ത് നമുക്ക് എന്താണെങ്കിൽ ശരിയാക്കാം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അറിഞ്ഞ സമയമൊന്നും ഞാൻ കളയുന്നില്ല, നേരെ നമുക്ക് തുടങ്ങിക്കളയാം. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ അവർ സെറ്റ് ചെയ്തിട്ടുള്ള 1960 ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റീട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലാണ് ഈ ഒരു സിനിമ അവർ എന്താണെങ്കിലും സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത് നമ്മുടെ യൂഷ്വൽ MCU ടൈം ലൈനിലേക്ക് നോക്കുവാണെങ്കിൽ ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടൈം ലൈനിലാണ് നമുക്ക് ഈ ഒരു സിനിമ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന 20th സെഞ്ചുറി ഫോക്സിന്റെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയായിട്ട് ഇതിന് ഒരു കണക്ഷനും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള MCUലെ ഒരു സിനിമയായിട്ടും ഇതിന് ഒരു കണക്ഷനും ഇല്ല തൽക്കാലത്തേക്ക്. അതായത് ഈ സിനിമയുടെ എൻഡിങ്ങിനകത്ത് നമുക്ക് എന്താണ് കണക്ഷൻ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കറന്റ് ഒരു സ്റ്റാൻഡ് അലോൺ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന ഒരു ഫ്രഷ് ഒറിജിൻ സ്റ്റോറി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാവുന്ന തന്നെയാണ്. ആൻഡ് ഇതിന്റെ എൻഡിങ്ങിലേക്ക് നമ്മുടെ കറന്റ് MCUയുടെ കണ്ടിന്യൂറ്റിയിലേക്ക് ഈ സിനിമ ഇൻക്ലൂഡും ആകുമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തേക്കണം മാറ്റ് ഷാക്മാൻ ആണ്. പുള്ളിക്കാരൻ തന്നെയാണ് നമ്മുടെ MCUനകത്ത് ഉണ്ടായിരുന്ന വാൻഡാ വിഷൻ സീരീസും ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തന്നെ. ആൻഡ് ഇനി നമ്മൾ കാസ്റ്റിലേക്ക് നോക്കിയാൽ പീഡ്രോ പാസ്കൽ, വെനീസ കെർബി, ജോസഫ് ക്യൂന്, എബോൺ മോസ് ബാറാച്ച് ഇവരെയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ മെയിൻ കാസ്റ്റിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ ഈ ഒരു സിനിമയുടെ മെയിൻ വില്ലന്മാരിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യെസ് നമുക്ക് അറിയാം ഗലാക്ടസ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ ബാഡാസ് വില്ലൻ. ആൻഡ് അതുകൂടാതെ തന്നെ സിൽവർ സഫറിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സിൽവർ സഫർ എല്ലാം ഒരു വർഷം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. അതൊരു ആണായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് അതൊരു പെണ്ണാണ് സിൽവർ സഫർ. അതും ഫാൻസിന് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഇനി നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു വലിയൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും സിനിമകൾ അല്ലെങ്കിൽ കോമിക്സ് ഒക്കെ വായിക്കണമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം എന്താണെങ്കിലും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സെപ്പറേറ്റ് ടൈം ലൈനിൽ സംഭവിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഫിലിമിന്റെ എൻഡിങ്ങിൽ മാത്രമേ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയുടെ കണക്ഷൻ നമ്മുടെ കറന്റ് MCUലേക്ക് നമുക്ക് എന്താണെങ്കിലും കാണാനും സാധിക്കുള്ളൂ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഈസി ആയിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഈ ഒരു പുതിയ സിനിമ. നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 20th സെഞ്ചുറി ഫോക്സിന്റെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2005 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഫാന്റാസ്റ്റിക് ഫോർ സിനിമ തന്നെയായിരുന്നു ഒഫീഷ്യൽ ആയിട്ട് നമുക്കൊരു ലൈവ് ആക്ഷൻ സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന തന്നെ. ആൻഡ് ആ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് നമ്മുടെ ക്രിസ് ഇവാൻസ്, ജോണി സ്ട്രോം ആണെന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് അത്യാവശ്യം നല്ലൊരു ഒറിജിൻ സ്റ്റോറി ആയിരുന്നു അവർക്ക് ആക്ച്വലി ആ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2007 നമുക്ക് ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് സിൽവർ സഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്രിറ്റിക്സിന്റെ ഭാഗത്തുനിന്ന് അത്രയ്ക്ക് സക്സസ്ഫുൾ ആയി പോയില്ല. അതുകൊണ്ടായിരുന്നു 2 സിനിമ കഴിഞ്ഞിട്ട് ആ ഒരു ഫ്രാഞ്ചൈസി അവർ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന തന്നെ. ഇതിന് ശേഷം 2015 ഈ സിനിമ അവർ ഒന്നും കൂടി റീബൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇതുവരെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കണ്ടിട്ടുണ്ടായാലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ആൻഡ് അതിനുശേഷമായിരുന്നു മാർവൽ 20th സെഞ്ചുറി ഫോക്സിനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ കാണുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആ ഒരു ക്യാരക്ടേഴ്സിനെ അവർക്ക് ആഡ് ഓൺ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ള സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ MCUനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മൾട്ടിവേഴ്സ് തന്നെയാണ്. ലോക്കി സീരീസിൽ കൂടിയാണ് നമുക്ക് ആദ്യമായി നമുക്ക് ഈ ഒരു മൾട്ടിവേഴ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. അതിനകത്ത് അവർ TVയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു സ്പിൻ ഓഫ് ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള വാട്ട് ഇഫ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻസ് ആയിരുന്നു നമ്മൾ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം സ്പൈഡർമാൻ നോ വേ ഹോം സിനിമ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് മൾട്ടിവേഴ്സ് ക്രോസ് ഓവർ ഫിലിം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന കുറച്ചും കൂടി സ്പൈഡർവേഴ്സ് നമുക്ക് പറയാം, അല്ലെങ്കിൽ സോണിവേഴ്സ് നമുക്ക് പറയാം. അതിനുശേഷം നമുക്കൊരു പ്രോപ്പർ MCUയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു മൾട്ടിവേഴ്സ് സിനിമ തന്നെയായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. അതിനകത്ത് നമ്മൾ ആക്ച്വലി മൾട്ടിപ്പിൾ യൂണിവേഴ്സ് ഒക്കെ നമ്മൾ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈവൻ അതിനകത്ത് നമുക്ക് ഇല്ലുമിനാറ്റി നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ കൂടിയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് എക്സ്മാന്റെയും ഫാന്റാസ്റ്റിക് ഫോറിന്റെയും ടീസും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. സോ ഇത് അതുമല്ല, അത് ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ആന്റിമാൻ ആൻഡ് ദ വാസ്പിന്റെ ക്വാണ്ടമേനിയ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് നമ്മൾ ആക്ച്വലി കാങ് ദ കോൺക്രറിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് അത് സത്യം പറഞ്ഞാൽ ആ ഒരു മൾട്ടിവേഴ്സൽ സിനിമ ഇപ്പോഴത്തെ ഒരു ടൈം ലൈനകത്ത് അത്രയ്ക്ക് റെലവൻസ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മൾട്ടിവേഴ്സ് സിനിമ തന്നെയായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വോൾവറിന്. അതിനകത്ത് നമ്മൾ ഇവർ രണ്ടുപേരും പല വോയിഡിൽ പോകുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഓൾട്ടർനേറ്റീവ് വേർഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതുവരെ നമുക്ക് MCUയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള മൾട്ടിവേഴ്സൽ സിനിമ അല്ലെങ്കിൽ മൾട്ടിവേഴ്സിന്റെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ. ഇനി ഈ ഒരു സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു പുതിയൊരു സ്റ്റൈലായിരിക്കും നമ്മൾ ആക്ച്വലി ഈ ഒരു സിനിമയിൽ നമ്മൾ കാണാൻ പോണേ. കുറച്ചും കൂടി ഒരു ഫാമിലി അപ്രോച്ച് ആണ്. നമ്മൾ ഇതുവരെ നമ്മൾ മാർവലിൽ ആ ഒരു ഫാമിലി അപ്രോച്ച് നമ്മൾ കണ്ടിട്ടില്ല. യെസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഫാമിലി അപ്രോച്ച് നമുക്ക് മാർവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അത് കൂടാതെ തന്നെ റെട്രോ ഫ്യൂച്ചറിസം, അത് കൂടാതെ തന്നെ സൈഫൈ എക്സ്പ്ലോറേഷൻ, ഫാമിലി ഡൈനാമിക്സും എല്ലാം ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു മെയിൻ കോറായിട്ട് വരാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള MCU സിനിമകൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് ബാക്കി MCUയുടെ ഈസ്റ്റർ എഗ്സ് കുറവായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഒറിജിൻ സ്റ്റോറി തന്നെയായിരിക്കും. ആ ഒരു റെട്രോ പെർസ്പെക്റ്റീവിലായിരിക്കും അവർ ഇത് കാണിക്കാനും ഉദ്ദേശിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ കറന്റ്ലി നമ്മുടെ MCU ടൈം ലൈനകത്ത് ഇത് കണക്റ്റഡ് അല്ല. ഈ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ ഹെവിലി കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ സിനിമയുടെ എൻഡിങ്ങും അത് കൂടാതെ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. ഇതുവരെ എക്സ്പെക്ട് ചെയ്തേക്കുന്ന റൂമേഴ്സ് നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ ഡോക്ടർ ഡൂം, അതായത് RDJയുടെ വേർഷൻ ഓഫ് ഡോക്ടർ ഡൂമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിനിമയിൽ ലഭിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് ഡൂം സ്റ്റേയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചുവട് വെപ്പും കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് എന്താണെന്ന് നമുക്ക് അത് കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ഡയറക്ടർ 100% കൺഫേം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ജൂലൈ 25, 2025 ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെയായിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ 2Dയിലും അതുകൂടാതെ തന്നെ 3Dയിലും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും ആദ്യമേ ഞാനൊരു സജഷൻ ഞാൻ നിങ്ങളോട് പറയാം. അതായത് സിനിമ 2D കാണുന്നതായിരിക്കും കുറച്ചുകൂടി എന്റർടൈൻമെന്റിന്റെ ഭാഗത്തിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ നമ്മൾ അടുത്തിറങ്ങിയിട്ടുള്ള ഏതൊരു ഹോളിവുഡ് ഫിലിം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 3D ജസ്റ്റ് കുറച്ച് ഡെപ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ 3D വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കാശും സേവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ആക്ച്വലി ഒരു 2D IMAXിൽ പോയി കാണുമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 2D ആയിട്ടുള്ള തിയേറ്ററിൽ പോയി കാണുമെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളും ഇത്രയും ചേഞ്ചസും മാത്രമാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിക്കുന്നത്. വെള്ളിയാഴ്ച ഈ ഒരു സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് തന്നെയാണോ അതോ നിങ്ങൾ ഓൾറെഡി ഈ ഒരു സിനിമ കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. പിന്നെ സൗണ്ട് വൺ ഷോകമാണ് എനിക്കറിയാം. അടുത്ത വീഡിയോയിലേക്ക് പരിമാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. So once again, thank you so much for watching this video guys. Stay safe guys, stay awesome. See you guys next episode. Bye bye.